Organizational development. Organizational development is a most significant, innovative and integrated process of achieving organizational efficiency and effectiveness. The term organizational development refers to a broad range of behavioral science-based strategies used to diagnose need for change in organization and to implement changes when necessary. Organization development can be defined as a technique for bringing change in entire organization rather than focusing attention on individuals to bring change easily in the entire organization. ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചാണ്. എൻ്റയർ ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസിയും ഇഫക്റ്റീവ്നെസ്സും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റിലൂടെ നമ്മൾ ചെയ്യുന്നത് എൻ്റയർ ഓർഗനൈസേഷൻ ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ചേഞ്ചിലൂടെ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യുക. ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്യാതെ എൻ്റയർ ഓർഗനൈസേഷനെയാണ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത്. ഈ ചേഞ്ചിലൂടെ ഓർഗനൈസേഷന് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നതിനാണ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ ചേഞ്ചാണ് അവിടെ നടത്തുന്നത്. നാച്ചർ ഓഫ് ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ്. Organizational development is a general strategy or approach to organizational change that is employed to analyze and diagnose the source of organizational problem and to develop and implement action plans for their solutions. According to Bennis, OD has the following characteristics. It has an educational strategy for bringing planned change. It relates to real problems of an organization. Laboratory training methods based on experienced behavior are primarily used to bring change. Change agent applying OD technique for change is external to the forms of consultants. There is a close working relationship between change agents and the people who are being changed. The relationship involves mutual trust, joint goals, means and mutual influences. The change agents share social philosophy about human value. They are humanists seeking to get humanistic philosophy in an organization. OD ഞാൻ പറഞ്ഞു ഓർഗനൈസേഷൻ ചേഞ്ചിലൂടെയാണ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് നടത്തുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഇറ്റ്സ് എ എഡ്യൂക്കേഷണൽ സ്ട്രാറ്റജി ഫോർ ബ്രിങ്ങിങ് പ്ലാൻഡ് ചേഞ്ച് ആണ്. ഈ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ മനഃപൂർവ്വം തന്നെ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആക്സിഡൻ്റലി ചേഞ്ച് ആവല്ല. ഇറ്റ്സ് എ പ്ലാൻഡ് ചേഞ്ച്. ഇറ്റ് റിലേറ്റഡ് ടു റിയൽ പ്രോബ്ലംസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ റിയൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, റിയൽ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ചേഞ്ചുകളൊക്കെ വരുത്തുന്നത്. ഇതിൽ ലബോറട്ടറി ട്രെയിനിങ് മെത്തേഡുകളൊക്കെ അല്ലെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ ബിഹേവിയർ ആർ യൂസ്ഡ് ടു ബ്രിങ് ചേഞ്ച്. നമ്മൾ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഓർഗനൈസേഷൻ്റെ പ്രോബ്ലംസ് എന്നൊക്കെ അനലൈസ് ചെയ്തിട്ടുണ്ടാവും. ആ അനലൈസ് ചെയ്ത മെത്തേഡ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ചേഞ്ച് കണ്ടക്ട് ചെയ്യുന്നത്. OD ടെക്നിക്കുകൾ ചേഞ്ച് ഏജൻസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഈ ചേഞ്ച് ഏജൻസും അതുപോലെ തന്നെ ആരൊക്കെയാണോ ഈ ചേഞ്ച് ആവേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ഓർഗനൈസേഷനിൽ ചേഞ്ച് ആവുന്നത് അവർ തമ്മിലൊരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടാവണം. അവർ തമ്മിൽ മ്യൂച്വൽ ട്രസ്റ്റും അവർക്ക് ഒരുമിച്ചൊരു ഗോളും ഒക്കെ ഉണ്ടാവണം. അതായത് ചേഞ്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വന്നിട്ടുള്ള സ്റ്റാഫും അതുപോലെ തന്നെ ഓർഗനൈസേഷനിൽ എക്സിസ്റ്റിംഗ് വർക്കേഴ്സും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം. ചേഞ്ച് ഏജൻസ് ഹ്യൂമൻ വാല്യൂവിനെ കുറിച്ചുള്ള സോഷ്യൽ ഫിലോസഫിയൊക്കെ ഷെയർ ചെയ്യണം. ഓർഗനൈസേഷനിൽ ഹ്യൂമനിസ്റ്റിക് ഫിലോസഫി ഷെയർ ചെയ്യുന്ന അപ്രോച്ച് ആയിരിക്കണം ചേഞ്ച് ഏജൻസ് അഡോപ്റ്റ് ചെയ്യേണ്ടത്.
Organization development objectives of OD: to increase interpersonal trust among employees, to increase employees' level of satisfaction and commitment, to increase openness of communication, to confront problems instead of sweeping under the rug, to effectively manage conflict, to increase cooperation and collaboration among employees, to improve organizations' problem solving and self-renewal capabilities. ഇത്രയുമാണ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്. Benefits of organization development programs: it tries to create an environment in which exciting and challenging work can be found. It treats each human being as a person with a complex set of needs, all of which are important in his work and life. It gives each member of the organization opportunities to develop to his full potential. It seeks to make the organization more effective in meeting of all its goals. It gives people in an organization the chance to influence how they relate to work, the organization and the work environment. OD പ്രോഗ്രാമിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എക്സൈറ്റിംഗ് അല്ലെങ്കിൽ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെൻറ്റ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ ഓർഗനൈസേഷനിലെ ഓരോ ഹ്യൂമൻ ബീയിങ്ങിനെയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ വർക്കിനും അതുപോലെ തന്നെ അവരുടെ പേഴ്സണൽ ലൈഫിനും എല്ലാം തന്നെ ഈ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അവർക്കെല്ലാം തന്നെ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഓർഗനൈസേഷന് അതിൻ്റെ ഗോള് ഇഫക്റ്റീവ് അച്ചീവ് ചെയ്യാൻ ഓടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന പീപ്പിളിന് എങ്ങനെയാണ് അവർ വർക്കായിട്ട് റിലേറ്റ് ചെയ്യുന്നത്, ആ വർക്ക് എൻവയോൺമെൻറ്റുമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കാനും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അതിനനുസരിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് വർക്കിംഗ് എൻവയോൺമെൻറ്റ് ഓടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Next, limitations of OD. OD require use of certain persons who can take initiative to bring about change. OD cannot be applied with a giving consideration to the circumstances existing within the organization. The local circumstances may pose a problem in adopting to change. OD is heavily based on behavioral science concepts. Behavioral science have many limitations which are applicable to OD also. It ignores circumstances and their influences in organization. OD ഒരു ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ഈ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന വർക്കേഴ്സിന് ഓർഗനൈസേഷന് ആവശ്യമാണ്. അതല്ല ഇപ്പോഴും നമുക്ക് അങ്ങനെ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന വർക്കേഴ്സിന് കിട്ടിക്കൊള്ളണമെന്നില്ല. ഓർഗനൈസേഷനിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസിന് ഓടി ചിലപ്പം ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. ഈ ലോക്കൽ സർക്കംസ്റ്റാൻസസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുന്ന സമയത്ത് ആ സർക്കംസ്റ്റാൻസസ് ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യും. ബിഹേവിയറൽ സയൻസ് കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഓടി ബേസ് ചെയ്യുന്നത്. ഈ ബിഹേവിയറൽ സയൻസിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് എല്ലാം തന്നെ ഓടിക്കുമുണ്ട്. ഒരു ഓർഗനൈസേഷൻ്റെ സർക്കംസ്റ്റാൻസസും ആ സർക്കംസ്റ്റാൻസസ് എങ്ങനെയാണ് ഓർഗനൈസേഷനെയും അവിടുത്തെ എംപ്ലോയീസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയും ഓടി അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അത് കൺസിഡർ ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് എക്സിസ്റ്റിംഗ് സർക്കംസ്റ്റാൻസസ് ചേഞ്ച് ചെയ്തിട്ട് പുതിയത് അഡോപ്റ്റ് ചെയ്യാൻ മാത്രമേ നോക്കുന്നുള്ളൂ. അത് ഒരു പ്രോബ്ലമാണ്. OD interventions. OD interventions refers to various activities which consultant and client organization perform for improving organizational functioning by enabling organization members to better manage their team and organizational culture. French and Well have defined OD intervention as set of structured activities in which selected organizational units, target groups or individuals engage with a task or a sequence of tasks where the task goals are related directly or indirectly to organizational improvement.
Interventions constitute the action thirst of organization development. They make things happen and are what happening. ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ OD ഡെവലപ്മെൻറ്റ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് കൺസൾട്ടൻ്റ് ഓർഗനൈസേഷനും അതിൻ്റെ ക്ലയൻറ്റ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ബെറ്റർ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയുമാണ് OD ഇൻ്റർവെൻഷൻസ് എന്ന് പറയുന്നത്. അത് ഓർഗനൈസേഷൻ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് അപ്പം ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ആക്ടിവിറ്റീസ് ഡയറക്റ്റ് ആവാം, അതല്ലെങ്കിൽ ഇൻഡയറക്റ്റും ആവാം. ഈ ഓർഗനൈസേഷൻ ഇൻ്റർവെൻഷൻ ആക്ഷൻസ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റിലേക്ക് ലീഡ് ചെയ്യും. ഇൻ്റർവെൻഷൻ ടെക്നിക്സ്: സെൻസിറ്റിവിറ്റി ട്രെയിനിങ്, പ്രോസസ് കൺസൾട്ടേഷൻ, team development, grid organizational development, work redesign, job enrichment, management by objectives, quality of work life, survey, feedback. സെൻസിറ്റിവിറ്റി ട്രെയിനിങ്. ഇതിൽ ഫസ്റ്റ് വരുന്നതാണ് OD ഇൻ്റർവെൻഷനിൽ ഫസ്റ്റ് ടെക്നിക്കാണ് സെൻസിറ്റിവിറ്റി ട്രെയിനിങ്. സെൻസിറ്റിവിറ്റി ട്രെയിനിങ് ഈസ് എ സ്മോൾ ഗ്രൂപ്പ് ഇൻ്ററാക്ഷൻ under stress in an unstructured encountered group, which requires people to become sensitive to one another's feelings in order to develop reasonable group activity. In sensitivity training, actual technique employed is T group. T group has several characteristic features. T group is generally small, from 10 to 20 members. The group begins its activity with no formal agenda. The primary role of trainer is to call attention of members from time to time to the ongoing process within the group. The procedure tends to develop interoception and self-examination with the emotional levels of involvement and behavior. The objectives of such training are increased openness with others, more concern for others, increased tolerance for individual difference, less ethnic prejudice, understanding of group process, enhanced listening skill, and increased trust and support. സെൻസിറ്റീവ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്മോൾ ഗ്രൂപ്പ് ഇൻ്ററാക്ഷനെയാണ് സെൻസിറ്റീവ് ട്രെയിനിങ് എന്ന് പറയുക. അതായത് 10 അതിലധികം സ്മോൾ ഗ്രൂപ്പായിരിക്കും ഉണ്ടാവും. മാക്സിമം 10 to 20 മെമ്പേഴ്സൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പായിരിക്കും. ഒരു ഫോർമൽ അജണ്ടയൊന്നുമില്ലാതെ ഈ ഗ്രൂപ്പ് ഒരു ട്രെയിനറിൻ്റെ അണ്ടറിൽ അവർ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നതിനെയാണ് സെൻസിറ്റിവിറ്റി ട്രെയിനിങ് എന്ന് പറയുന്നത്. ഈ സെൻസിറ്റിവിറ്റി ട്രെയിനിങ് പീപ്പിളിന് അവർക്ക് എന്താണ് അവരുടെ ഒബ്ജക്റ്റീവ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അവർക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ മറ്റുള്ളവരോട് കുറച്ചുകൂടി സെൻസിറ്റീവ് ആകാനും ഗ്രൂപ്പ് ഇൻ്ററാക്ഷൻ അതായത് ഗ്രൂപ്പ് ഡൈനാമിക്സ് ഒക്കെ ഫോം ചെയ്യാനും ഒക്കെ സെൻസിറ്റീവ് ട്രെയിനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ സെൻസിറ്റീവ് ട്രെയിനിങ്ങിൽ members of different gender, culture and abilities are brought together in a free and open environment. ഇങ്ങനെ വരുന്ന മെമ്പേഴ്സിന് അവരുടെ പ്രോബ്ലംസും ഇഷ്യൂസും എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഒരു ഇൻ്ററാക്റ്റീവ് വേയിൽ അവർക്കത് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഈ സെൻസിറ്റീവ് ട്രെയിനിങ് എംപ്ലോയീസിനെ എക്സിസ്റ്റിംഗ് ഡൈവേഴ്സിറ്റി ഇൻ വർക്ക് പ്ലേസ് ആക്സെപ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പരസ്പരം മെമ്പേഴ്സ് തമ്മിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ഇൻ്റർപേഴ്സണൽ അല്ലെങ്കിൽ ടീം സ്പിരിറ്റൊക്കെ ഡെവലപ്പ് ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെൻസിറ്റീവ് ട്രെയിനിങ് എഡ്യൂക്കേറ്റ് മെമ്പേഴ്സ് അബൌട്ട് കൺസ്ട്രക്റ്റീവ് ബിഹേവിയർ വിച്ച് വിൽ ബി ബെനിഫിറ്റ് എവരിബഡി വർക്കിംഗ് ഇൻ ദി ഓർഗനൈസേഷൻ ത്രൂ ഡെവലപ്പിംഗ് acceptable and correct behavior and emotional actions. ഇത് സെൻസിറ്റീവ് ട്രെയിനിങ് മെമ്പേഴ്സിന് പരസ്പരം ഓപ്പൺനെസ് ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റുള്ളവരെ കൺസേൺ ചെയ്യാനും അതുപോലെ തന്നെ ടോളറൻസ് കപ്പാസിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ലിസണിങ് സ്കില്ലും മെമ്പേഴ്സ് തമ്മിൽ പരസ്പരം ട്രസ്റ്റൊക്കെ ഇൻക്രീസ് ചെയ്യാനും ഒക്കെ തന്നെ സെൻസിറ്റിവിറ്റി സ്കില്ല് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, process consultation. Process consultation represents a method of intervening in an ongoing system.
The basic content of process consultation is that consultant works within the individual and groups to help them learn about human and social process and learn to solve problems that stem from process events. Process consultation consists of many interventions and activities which affect the various organizational processes such as communication, roles and functions of group members, group problem solving and decision making, group norms, authority and leadership, and intergroup cooperation and conflict. ഇത് ഫോക്കസ് ചെയ്യുന്നത് how interpersonal and group interactions rather than on what of their content. കണ്ടൻറ് എന്താണെന്നുള്ളതല്ല നോക്കുന്നത്, എങ്ങനെയാണ് ഗ്രൂപ്പ് ഇൻ്ററാക്ഷൻ അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ റിലേഷൻസ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത്. Process consultant consequently deal with such phenomena as a pattern of communication, successful and unsuccessful influence attempts, underlying tensions and decision-making procedures. Success of process consultation would be measured in terms of how effectively recipients, whether they are educators, students or patients or workers, in reaching their respective objectives. ഒരു പ്രോസസ് കൺസൾട്ടൻറ്റിൻ്റെ കൺസൾട്ടേഷൻ ഇഫക്റ്റീവ് ആവുന്നത് അവർ എപ്പോഴാണോ അവരുടെ ക്ലയൻറ്റ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് മെമ്പേഴ്സ് അവരുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്ന സമയത്താണ് പ്രോസസ് കൺസൾട്ടേഷൻ സക്സസ് ആവുമെന്ന് പറയുന്നുള്ളൂ. പ്രോസസ് കൺസൾട്ടൻസ് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാനുമുള്ള ടെക്നിക്കുകളും പ്രൊസീജിയേഴ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, അതെങ്ങനെ പ്ലാൻ ചെയ്യും, ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Next, team development. The underlying aim of team development is to increase trust among team members because people work better together when then there is open and honest sharing about the problems and difficulties and they have with one another. Such at this initial level, the attempt should be developed such an environment where trust can be developed among team members. Next procedure എന്ന് പറയുന്നത് നല്ലൊരു ടീം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നല്ലൊരു ടീം ഉണ്ടാവുന്ന സമയത്ത് ഇനീഷ്യലി തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ടീം ഡെവലപ്പ് ചെയ്യുക. പരസ്പരം ട്രസ്റ്റുള്ള, പരസ്പരം എപ്പോഴും സഹായിക്കാൻ പറ്റുന്ന ആളുകളുള്ള ഒരു ടീമായിരിക്കണം ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഗ്രിഡ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ്. ഗ്രിഡ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ബ്ലേക്ക് ആൻഡ് മൗണ്ടൻ is the comprehensive and systematic OD program. The program aims at individuals, group and organization as a whole. It utilizes considerable number of instruments enabling individuals and groups to assess their own strength and weakness. It also focuses on skills, knowledge and process necessary for effectiveness of individual, group and intergroup and total organization levels. ബ്ലേക്ക് ആൻഡ് മൗണ്ടൻ ആണ് മാനേജ്മെൻറ്റ് ഗ്രിഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് ഇൻഡിവിജ്വലിനെയും ഗ്രൂപ്പിനെയും അതുപോലെ തന്നെ മൊത്തം ഓർഗനൈസേഷനെയും ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതിന് ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽസിനോ അല്ലെങ്കിൽ ഗ്രൂപ്പിനോ അവരുടെ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ അവരുടെ വീക്ക്നെസ്സും എന്താണെന്നുള്ളത് അനലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് അവരുടെ സ്കില്ലും നോളജും പ്രോസസ്സും എന്തൊക്കെയാണ് നെസസറി ആയിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അത് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ തന്നെ മാനേജ്മെൻറ്റ് ഗ്രിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടെക്നിക്സ് ഓഫ് മാനേജ്മെൻറ്റ് ഗ്രിഡാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വർക്ക് റീഡിസൈൻ. ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് nature of job redesign make use of job analysis to redefine the job in terms of task, behavior, education, skills, relationship and responsibility. അതായത് എക്സിസ്റ്റിംഗ് വർക്ക് ഒന്ന് റീഡിസൈൻ ചെയ്യുന്നത് ആ വർക്കിന് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ്റെ ബേസിലോ സ്കില്ലിൻ്റെയോ അല്ലെങ്കിൽ ടാസ്ക് ബിഹേവിയറിൻ്റെയോ റെസ്പോൺസിബിലിറ്റീൻ്റെയോ ഒക്കെ ബേസിൽ എക്സിസ്റ്റിംഗ് വർക്ക് റീഡിസൈൻ ചെയ്യാം. ഇതും ഒരു OD ഇൻ്റർവെൻഷൻ ടെക്നിക്കാണ്. നെക്സ്റ്റ്, ജോബ് എൻറിച്ച്മെൻറ്റ്.
Job enrichment. It refers to the basic change in the content and responsibilities of a job so as to satisfaction of motivational needs of personnel. Jobs are made more challenging, meaningful and interesting. Existing job enrich ചെയ്യുക. ഈ എൻറിച്ച് ചെയ്യുന്ന സമയത്ത് ആ ജോബ് കുറച്ചുകൂടി ചാലഞ്ചിങ് അല്ലെങ്കിൽ മീനിങ്ഫുൾ ഇൻട്രസ്റ്റിംഗ് വേലായിരിക്കണം എൻറിച്ച് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. It describes the process by which organizations respond to employees' needs by developing mechanisms to allow them to share fully making the decision that design life at work. Quality work life provide ചെയ്യുക. എംപ്ലോയീസിന് നല്ല ക്വാളിറ്റി വർക്ക് ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡ്സൊക്കെ ഓർഗനൈസേഷൻ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റിലേക്ക് എനേബിൾ ചെയ്യും. Next, MBO. It emphasizes participation of individual in setting the goals. It's a systematic and organizational approach that allow management to attain maximum result from available resources by focusing on achievable goals. It is joint goal of goal setting. Steps in MBO: central goal setting, setting individual goal, freedom implementation, periodic performance appraisal, and final appraisal. MBO എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജേഴ്സും എംപ്ലോയീസും കൂടിയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ് അവിടെ ഗോൾസ് സെറ്റ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ഗോളുകളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് MBOയിൽ മാനേജ്മെൻറ്റും വിത്ത് പാർട്ടിസിപ്പേഷൻ ഓഫ് എംപ്ലോയീസ് ആണ് ചെയ്യുന്നത്. ഇങ്ങനെയാവുന്ന സമയത്ത് അത് എംപ്ലോയീസിന് അറിയാം എന്തൊക്കെയാണ് അവരുടെ അച്ചീവ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ട് എംപ്ലോയീസിന് അറിയാൻ പറ്റും. ഇത് മാനേജ്മെൻറ്റ് ബൈ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ഇവിടെ MBOയിൽ അഡോപ്റ്റ് ചെയ്യുന്നത്. MBOൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ഓർഗനൈസേഷൻ്റെ മൊത്തം ഗോൾ സെറ്റ് ചെയ്യാം, അതിനുശേഷം ഓരോ ഇൻഡിവിജ്വൽ ഗോളും സെറ്റ് ചെയ്യാം, ദെൻ ഫ്രീഡം ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഈ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അത് ആസ് പെർ പ്ലാനാണോ നോക്കുക, എന്നിട്ട് അത് ഫൈനൽ അപ്രൈസൽ നടത്താം. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മാനേജ് ചെയ്യും. നെക്സ്റ്റ്, സർവേ ഫീഡ്ബാക്ക്. ഇറ്റ് ഈസ് എ പോപ്പുലർ ടെക്നിക് ഡെവലപ്ഡ് ബൈ സോഷ്യൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് Michigan. The main of this is to get team in the organization to face new issues. Steps: collecting data about organization through questionnaires, conducting feedback meetings and workshops on the presentation of data and review of the processes. Last, മിഷിഗൻ സ്റ്റഡീസിൻ്റെ ബേസിലാണ് സർവേ ഫീഡ്ബാക്ക് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ചെയ്യുന്നത് ഓർഗനൈസേഷൻ്റെ എൻ്റെ ഇൻഫോർമേഷൻ ക്വസ്റ്റ്യനെയർ യൂസ് ചെയ്തിട്ട് കളക്ട് ചെയ്യും. എന്നിട്ട് ഈ ഫീഡ്ബാക്ക് മീറ്റിങ്സും അതുപോലെ തന്നെ ഒരു വർക്ക്ഷോപ്പും ഈ ഫീഡ്ബാക്ക് ബേസ് ചെയ്തിട്ട് കണ്ടക്ട് ചെയ്യും. എന്നിട്ട് അതിനുശേഷം എന്തൊക്കെയാണ് റിവ്യൂസ് എന്നുള്ളത് നോക്കും. ഇതാണ് സർവേ ഫീഡ്ബാക്കിൽ ചെയ്യുന്നത്.